ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്നെ മനുവിന് വിവാഹം കഴിച്ചു കൊടുത്തപ്പോ നിങ്ങളുടെയൊക്കെ കടമകൾ തീർന്നു. പക്ഷെ അവിടെ ചെന്ന് കയറിയ നിമിഷം മുതല് ഞാൻ അനുഭവിക്കുക. എന്തെങ്കിലും ഒരു നല്ല കാര്യമുണ്ടോ നമ്മുടെ കുടുംബത്തെ കുറിച്ച് പറയാൻ? ഏട്ടന്റെ അറസ്റ്റിനെ കുറിച്ച് അമ്മയും ബന്ധുക്കളൊക്കെ ചോദിക്കുമ്പോ തൊലി ഉരിഞ്ഞു പോവാ. അത് കഴിഞ്ഞ ഇപ്പൊ ഇത് ഒന്നും വേണ്ട. നിത്യേച്ചി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരുന്ന സമയത്ത് ഒന്ന് വിളിക്കാനുള്ള മര്യാദ അച്ഛനും അമ്മയോ കാണിച്ചിരുന്നെങ്കിൽ ഞാൻ അവരുടെ മുന്നിൽ നാണം കിട്ടി നിൽക്കത്തില്ലായിരുന്നു. നിത്യേച്ചി ഒരു കാര്യം ഉറപ്പിച്ചോ, ഞാൻ ഇനി മനുവിന്റെ വീട്ടിലേക്ക് തിരിച്ചു പോവില്ല. അയ്യോ മോളെ, തിരിച്ചു പോണമെങ്കിൽ ആദ്യം എന്റെ കൂടെ വേണം. പോലീസുകാരുടെ അന്വേഷണത്തിലേ ആദ്യം കണ്ടെത്തില്ലെന്ന് എനിക്ക് നന്നായി അറിയാം. എവിടെയാ കൊണ്ടുപോയി ഒളിപ്പിച്ചേക്കുന്നേ? മോളെ, കൂടെ ജോലി ചെയ്യുന്ന ടീച്ചറുടെ വീട്ടിലാണോ അതോ മറ്റെവിടെയെങ്കിലും ആണോ? ജ്യോതി, ഇവിടെ സുഖമില്ലാതിരിക്കുകയാണ്. ഇത്രയും ക്രൂരമായ ചോദ്യങ്ങൾ എങ്ങനെയാ നിനക്ക് ചോദിക്കാൻ പറ്റുന്നത്? ഞാൻ പിന്നെ എന്ത് ചോദിക്കണം? എനിക്ക് എന്റെ ഭർത്താവിന്റെ വീട്ടുകാരോട് വേണ്ട. ഭർത്താവിന്റെ വീട്ടുകാരുടെ കാര്യമൊന്നും നീ പറയണ്ട. അങ്ങനെ വേർതിരിച്ച് സംസാരിക്കേണ്ട സമയം പോലും ആയിട്ടില്ല നിന്റെ കല്യാണം കഴിഞ്ഞിട്ട്. ശരിയാണ് മോളെ, നിനക്ക് അവിടെ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ട്. നിന്റെ അമ്മായിയമ്മ സംസാരിക്കുന്നത് കേട്ടാൽ അതെനിക്ക് മനസ്സിലാവും. പക്ഷെ ഒരാളങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിനൊപ്പം പിടിച്ച് സംസാരിക്കുകയല്ല വേണ്ടത്. നിത്യം നിനക്ക് സംശയമാണല്ലേ? മോളിറങ്ങിപ്പോ, ഇറങ്ങിപ്പോ ഇവിടുന്ന്. അമ്മേ, ജ്യോതി പറഞ്ഞതൊന്നും മോള് കാര്യമാക്കണ്ട. പറഞ്ഞോട്ടെ അമ്മ, അവളുടെ വിഷമം അവള് നമ്മളോടല്ലാതെ വേറെ ആരോടാ പറയുന്ന? വിഷമം പറഞ്ഞോട്ടെ, പക്ഷെ അതിന് മോളെ പറയുന്ന എന്തിനാ? എല്ലാവർക്കും സംശയം എന്നെയല്ലേ അമ്മ? അമ്മയ്ക്ക് അങ്ങനെ സംശയമില്ല മോളെ. ഇതിനു മുൻപും പരീക്ഷണങ്ങളിൽ ഒരുപാട് പെട്ടില്ലേ? അന്നൊക്കെ ചത്ത് ചതഞ്ഞു കിടന്നെങ്കിലും അതിൽ നിന്നൊക്കെ ഈശ്വരൻ നമ്മളെ ജീവിപ്പിച്ചിട്ടില്ലേ? മധുര നൊമ്പരക്കാറ്റ്